കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലത്തും രൂക്ഷമായ കടലാക്രമണം. മുണ്ടക്കയം വെടിക്കുന്ന പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശവാസികൾ ഭീതിയിലാണ്. കൊല്ലം മുണ്ടക്കൽ വെടിക്കുന്ന പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതലാണ് തിരമാലകൾക്ക് ശക്തിയേറിയത്. രാത്രിയും പുലർച്ചെയും കടലേറ്റം തുടർന്നു. ഏതു സമയവും കടൽ കയറുമെന്ന ഭീതിയിൽ പ്രദേശത്തെ ജനങ്ങൾ വീട്ടുസാധനങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറ്റി. ഇടവേളകളിൽ തിരമാലകൾ ശക്തിയായതോടെ പലർക്കും രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തീരദേശവാസികൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. 8 മണിയൊക്കെ ആകുമ്പോൾ കടലിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ കടൽ കൂടിക്കൊണ്ടിരിക്കും. കുറയും കൂടും അങ്ങനെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നേരം വെളുത്താറൊക്കെ ആണെങ്കിൽ കടൽ ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഒരു 8-9 മണിയായപ്പോഴേ കടൽ വീണ്ടും കൂടി. ആ നില തന്നെ ഇപ്പോഴും നിൽക്കും. അതിനൊരു കുറവും. പിന്നെ ആ കടയാണെങ്കിൽ ഒറ്റച്ചായ ഒഴിച്ച് ജീവിക്കുന്ന കൊച്ച. അതിന് ഒരു മോളുണ്ട്, ഭർത്താവില്ല. അതിനൊരു മോളുണ്ട്. അത് സുഖമില്ലാത്ത ഒരു കുഞ്ഞാണ്. ആ ഒറ്റച്ചായ ഒഴിച്ച് പിന്നെ കട ഇന്ന് നേരം വെളുത്ത് ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് ആ കട ഡോറോട് കൂടി കടലങ്ങ് എടുത്തുണ്ട്. ഞായറാഴ്ചയായതിനാൽ ബീച്ചിലേക്ക് എത്തുന്നവർ കടലിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറിയിപ്പുകൾ നൽകുന്നതല്ലാതെ അധികൃതരാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയും തീരദേശവാസികൾക്കുണ്ട്. ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റൻ്റ് എന്ന ഫസ്റ്റിലേ കയറുന്നത്. ഫസ്റ്റില് രാത്രി കയറി നമ്മുടെ മുറ്റം വരെ വന്നാണ് ഒരു ദിവസം കൊണ്ട്. ഇതുപോലെ എല്ലാവരും കടവെള്ളത്തിൽ കുളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിടത്തെല്ലാം വന്ന് കരയെടുത്തില്ല. അതിനുശേഷം ഇങ്ങനെ കുറച്ചായിട്ട് വരും. പിന്നെ ഇന്നലെ ഇന്ന് വെളുപ്പിന് 4 മണി തൊട്ട് കംപ്ലീറ്റ് എടുത്തു തുടങ്ങി. ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. പക്ഷെ അത് വരുന്നത് ഇച്ചിരി ശാന്തതയാണ്. ഇത് ഇനി ഈ പ്രകൃതി അങ്ങ് മാറും. കഴിഞ്ഞ മാസം ആദ്യം ഈ പ്രദേശത്ത് ശക്തമായ തിരമാലയിൽ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അന്ന് ഭാഗികമായി തകർന്ന വീടുകൾ ഇന്ന് പൂർണ്ണമായും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.